ഓക്കെ, ഐ ആം ജോയ്സ് ജോൺ. ഞാൻ തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദമെടുത്താണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുന്നത്. അന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഞങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്ന ധാരണ കേരളത്തിന് പുറത്തേക്ക് പോവുക, ഏതെങ്കിലും ഒരു നല്ല ഇൻഡസ്ട്രിയിൽ ജോലി നേടുക, അതായിരുന്നു. മറ്റൊരു സ്ട്രീം ഉണ്ടായിരുന്നത് സാമാന്യം നല്ല ഒരു റാങ്ക് കിട്ടി പാസ്സായാൽ കോളേജിൽ തന്നെ ലെക്ചറായിട്ട് ജോലി കിട്ടുമായിരുന്നു. ഈ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ളവർക്ക് സ്റ്റേറ്റ് PWDയിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിലോ റാങ്ക് വെച്ച് അവർക്കും ജോലി കിട്ടുമായിരുന്നു. ഇപ്പം ഞങ്ങൾ മെക്കാനിക്കലിലുള്ളവർക്ക് അൺസോളിസിറ്റഡ്, ഞങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാതെ ലെക്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഒരു ജോലി കിട്ടിയതാണ്. അത് കോഴിക്കോട്ടെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് ഞങ്ങൾ 3 പേർക്കോ 4 പേർക്കോ മറ്റോ ജോബ് ഓഫർ വന്നു. എനിക്ക് ലെറ്റർ കിട്ടി. എനിക്ക് ഈ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ അത്ര വലിയൊരു സ്റ്റുഡൻറ്റ് അല്ലായിരുന്നു എന്നതുകൊണ്ടാണോ എന്നറിയാൻ പാടില്ല. എനിക്ക് ഒരു ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചാൽ അതിന് ഈ സ്റ്റുഡൻസിന് എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം എന്നൊക്കെ ഒരു മനസ്സിലൊരു പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. പക്ഷേ അതുകൊണ്ട് ഗുഡ് ടീച്ചർ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ശരിയാണ്. അത് കാരണം ഞാൻ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല. ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത എൻ്റെ ഒരു സുഹൃത്ത്, ക്ലാസ്മേറ്റ്, അദ്ദേഹം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പലും അതിനുശേഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഡയറക്ടറുമായി, ഡോക്ടർ MP ചന്ദ്രശേഖരൻ. പിന്നെ കേരളത്തിന് പുറത്തു പോകാതെ കിട്ടുമായിരുന്ന ഒരു ജോലി, ഞങ്ങൾ ഫൈനൽ ഇയറിലായിരുന്ന സമയത്താണ് തുമ്പയിൽ റോക്കറ്റ് ലോഞ്ചിങ് സെൻറ്ററും ഈ സ്പേസ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു വ്യക്തമായ ധാരണയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് പേർക്ക് ബോംബെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ BARC അവിടെ ഇൻ്റർവ്യൂവിന് കോൾ കിട്ടി. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പം അത് ഈ ന്യൂക്ലിയർ റിലേറ്റഡ് വർക്കാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്താൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്തോ ഞാൻ വായിച്ചു. അത് കാരണം അവിടെ പോകണ്ട എന്ന് തീരുമാനിച്ചു. അതിൽ എൻ്റെ സുഹൃത്തുക്കൾ ചിലർ അവിടെ പോയി. അതിൽ പോയതിൽ 3-4 പേർക്ക് സെലക്ഷൻ കിട്ടി. അപ്പം അവരുമായിട്ട് സംസാരിച്ചെന്ന് മനസ്സിലായി എന്നെയും അവർ സെലക്ട് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ ഞാൻ പോയത് കൊണ്ട് അവർ സെലക്ട് ചെയ്തില്ല. അവിടെ പോയ ആളുകളാണ് പിൽക്കാലത്ത് ISROയിലേക്ക് ഡെപ്യൂട്ട് ചെയ്ത് ISROയുടെ മുകളിലേക്കുള്ള കേഡേഴ്സിൽ കയറിയത്. അതിലൊരാൾ ഡോക്ടർ മാധവൻ നായർ, എൻ്റെ ക്ലാസ്മേറ്റാണ്, സുഹൃത്താണ്. അദ്ദേഹം ISROയുടെ ചെയർമാനാകുകയും ചെയ്തു. അതെ, അതൊക്കെ വേറൊരു കഥ. ഞങ്ങൾ പാസ്സായ ആ വർഷം, അതായത് 1966, അന്ന് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, ആദ്യമായിട്ട് ഇന്ത്യൻ റുപ്പി ഡീവാല്യൂ ചെയ്തു. ഡോളറിന് 5 രൂപ എന്നുള്ള നിരക്കുണ്ടായിരുന്നത് 1966 ഇന്ത്യ ഗവൺമെൻറ് 8 രൂപ എന്നാക്കി. അങ്ങനെ ഒരു ഡീവാല്യൂഷൻ നടന്നു. ആ ഡീവാല്യൂഷൻ കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അതിലൊരു ബുദ്ധിമുട്ട്, ഈ പുതുതായിട്ട് തുടങ്ങാൻ വെച്ചിരുന്ന പല വ്യവസായങ്ങളും അതിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു. അത് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി.
അപ്പം എനിക്ക് ജംഷഡ്പൂരിലെ ടാറ്റ അയൺ സ്റ്റീലിൽ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാണ് അറിയുന്നത് അവരൊരു വലിയ എക്സ്പാൻഷന് വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ്. ഈ ഡീവാലുവേഷൻ വന്നതുകൊണ്ട് അവർ ആ പദ്ധതി വേണ്ടെന്ന് വെച്ചു. അപ്പം ജംഷഡ്പൂർ വരെ പോയത് വെറുതെയായി എന്ന് ചുരുക്കം. തിരിച്ചു വന്ന് പിന്നെയും വളരെയധികം ശ്രമിച്ച് അവസാനം മദ്രാസിൽ ജോലി കിട്ടി. മദ്രാസ് റബ്ബർ ഫാക്ടറി, അവിടെയാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി. അപ്പം ആ ജോലി തിരക്കേടില്ലായിരുന്നു, ശമ്പളം നല്ല മെച്ചപ്പെട്ട ശമ്പളമായിരുന്നു. പക്ഷെ എനിക്ക് അതിനോടൊരു പൂർണ്ണമായ സംതൃപ്തി തോന്നിയില്ല. നമ്മുടെ പ്രൊഫഷണൽ അതിന് മുമ്പോട്ടുള്ള കരിയർ പാത്ത് എന്താണെന്നുള്ളതിനെ പറ്റി കാര്യമായ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ എന്ന് പറഞ്ഞൊരു വലിയൊരു എക്സിബിഷൻ നടക്കുന്നത്. ഇന്നത്തെ അണ്ണാനഗറിലാണത് നടത്തിയത്. അണ്ണാനഗർ ആ ഏരിയ ഡെവലപ്പ് ചെയ്തത് ഈ ട്രേഡ് ഫെയറിന് വേണ്ടിയാണ്. അപ്പം അത് വലിയ ഒരു സംഭവമാണ്, അത് പോയി കാണണം എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടതനുസരിച്ച് ഒരു ദിവസം വൈകുന്നേരം അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ നിൽക്കുന്നത് 2 ആനകളാണ്. കണ്ടു കഴിഞ്ഞാൽ ജീവനുള്ള ആനയാണെന്നേ തോന്നുള്ളൂ. പക്ഷേ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അത് ആർട്ടിഫിഷ്യൽ ആനയാണെന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ 2 ആനകളുടെ ഇടയിൽ കൂടെ ഒരു സ്റ്റോളിനകത്തോട്ട് നമ്മൾ കയറണം. അവിടെയാണ് ഈ എക്സിബിഷൻ്റെ മെയിൻ എൻട്രൻസ്. ആ എൻട്രൻസിൻ്റെ മുകളിൽ എഴുതി വച്ചേക്കുന്നു ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് FACT. അപ്പം ഞാൻ ആലോചിച്ചത് FACT എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കമ്പനി. ആ കമ്പനിയെ പറ്റി കാണാനായിട്ട് മദ്രാസിൽ വന്നിട്ട് കാണേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി ഞാൻ അതിനകത്ത് കയറുകയും ആ സ്റ്റോള് വളരെ വിശദമായിട്ട് നോക്കി കാണുകയും ചെയ്തു. FACTയുടെ പ്രോഡക്റ്റ് വളമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ അന്ന് ആ സ്റ്റാളിൽ അവർ പ്രദർശിപ്പിച്ചിരുന്നത് പ്രധാനമായിട്ടും അവർ തുടങ്ങിയ ഒരു പുതിയ ഡിവിഷനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ്. ആ പുതിയ ഡിവിഷനാണ് ഫെഡോ അഥവാ ഫെർട്ടിലൈസർ FACT ഫാക്ട് എൻജിനീയറിംഗ് ആൻഡ് ഡിസൈൻ ഓർഗനൈസേഷൻ. ഈ ഡിവിഷൻ്റെ ഉദ്ദേശം പുതിയ ഫെർട്ടിലൈസർ പ്ലാന്റ്സ് അഥവാ മറ്റ് രാസ സംബന്ധമായ ഫാക്ടറികൾ ഉണ്ടാക്കാനുള്ള ടെക്നിക്കൽ നോ ഹൗ, എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ്, അങ്ങനത്തെ സർവീസസ് കൊടുക്കുക എന്നതായിരുന്നു. അപ്പം ഞാൻ വളരെയധികം സമയം ചെലവഴിച്ച് ഈ ഫെഡോയെ പറ്റി ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചു. അപ്പം അന്ന് മനസ്സിലാക്കിയ വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നോ എന്തൊക്കെ ആകണമെന്നോ ആഗ്രഹിച്ചിരുന്നോ അതെല്ലാം കൂടെ ഒരു പാക്കേജായിട്ട് എൻ്റെ മുമ്പിലേക്ക് തരികയാണ് FACT എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം അവിടെ ഞാൻ മറ്റധികം സ്റ്റാളുകളിലൊന്നും പോയില്ല. പക്ഷേ FACTയുടെ സ്റ്റാളിൽ വളരെയധികം സമയം ചിലവഴിച്ചു. FACTക്ക് വളമുണ്ടാക്കൽ എന്നതിന് പുറമേയുള്ള മറ്റ് ടെക്നിക്കൽ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇതിൽ ചേരണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നത്. മദ്രാസിൽ ഒന്ന് അകപ്പെടുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ FACTയിലോട്ട് പോകുന്നത് എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് 2 ദിവസം കഴിഞ്ഞുള്ള പത്രത്തിൽ FACTയുടെ പരസ്യം. അവർ എൻജിനീയേഴ്സിനെയും മറ്റ് എക്സിക്യൂട്ടീവ്സിനെയും സെലക്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒട്ടും താമസിക്കാതെ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അതിനൊരു പ്രിലിമിനറി എക്സാമിനേഷനുണ്ട്. ആ എക്സാമിനേഷന് മദ്രാസിലൊരു സെൻറ്ററുണ്ട്. ആ സെൻറ്റർ ഞാൻ താമസിച്ചിരുന്ന YMCAയുടെ താഴത്തെ നിലയിലായിരുന്നു. അപ്പം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതെന്തോ ദൈവം നമുക്കൊരു കൈ കൊണ്ട് തന്ന ഒരു സമ്മാനം മാതിരി എനിക്ക് തോന്നി. പരീക്ഷ എഴുതി. പരീക്ഷയിൽ എനിക്ക് 1967 അല്ല 68
68 കാണണം. ഓക്കെ. 68 68 66 പാസ്സായി. 66 നവംബറിലാണെന്ന് തോന്നുന്നു ഞാൻ മദ്രാസിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. ഏകദേശം ഒരു വർഷം അവിടെ ജോലി ചെയ്തു. 68 ആദ്യമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ FACTയുടെ പരീക്ഷ എഴുതി. ആ പരീക്ഷ കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ വളരെ നന്നായിട്ട് ചെയ്തു. അവരെനിക്ക് ജോലി ഓഫർ ചെയ്തു. ജോലി ഓഫർ ചെയ്തു മാത്രമല്ല, ഏകദേശം 2 കൊല്ലത്തോളം മദ്രാസിൽ ജോലി ചെയ്തു എന്ന പേരിൽ അവരെനിക്ക് അതിൻ്റെ ചില വെയിറ്റേജും കൂടെ തന്നു. അപ്പോൾ ശമ്പളം ഒരല്പം കൂടുതലാണ് തന്നു. അങ്ങനെ 68 ജൂണിലാണെന്നാണ് എൻ്റെ ഓർമ്മ FACTയിൽ വന്ന് ജോയിൻ ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയായി. ജനറൽ മാനേജർക്കാണോ റിപ്പോർട്ട് ചെയ്യേണ്ട ആ സമയത്തൊക്കെ? അല്ല, അത് FACT എന്ന് പറയുന്ന ഒരു വലിയ ഓർഗനൈസേഷനാണ്. അപ്പോൾ ജനറൽ മാനേജർ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. അതിൻ്റെ താഴെ ഒരു സൂപ്രണ്ട്, ഒരു എഞ്ചിനീയറിംഗ് സൂപ്രണ്ട്. മെക്കാനിക്കൽ സൈഡ് നോക്കാനാണ് സാറിന്? അതെ, മെക്കാനിക്കൽ സൈഡ് നോക്കാൻ. എനിക്ക് ആദ്യമേ കിട്ടിയ ജോലി ഇവരുടെ കൺസ്ട്രക്ഷൻ സൈഡ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ജോലിയാണ് കിട്ടിയത്. ഉദ്യോഗമണ്ഡലിലെ പ്ലാന്റ് അവരുടെ 4ാം ഘട്ട വികസനം, ആ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ സൈഡിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ഒരു സൂപ്രണ്ടിൻ്റെ കീഴിലാണ് എനിക്ക് പണിയെടുക്കേണ്ടി വന്നത്. ആ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പല കാര്യങ്ങളെപ്പറ്റിയും ടെക്നിക്കലായിട്ട് കൂടുതൽ പഠിക്കാനുള്ള അവസരം കിട്ടി. അപ്പം ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥൻ ആയിരുന്ന സൂപ്രണ്ട്, അദ്ദേഹത്തിനും എന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഉണ്ടായത്. പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുറേ കൂടെ കൂടുതൽ ടെക്നിക്കൽ പരിജ്ഞാനം ലഭിക്കുന്ന ഒരു അമോണിയ പ്ലാന്റ് ഉണ്ടായിരുന്നു. അന്ന് ഈ അമോണിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതിൽ പല വ്യത്യസ്ത യന്ത്രങ്ങളും അതുപോലത്തെ എക്യുപ്മെൻറ്റും ഉള്ള ഒരു പ്ലാന്റാണ്. കാര്യം പ്ലാന്റ് ചെറുതായിരുന്നെങ്കിലും അതിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയും എക്യുപ്മെൻറ്റും എല്ലാം വളരെ വേൾഡ് ക്ലാസ് ആയിരുന്നു. ഈ മെഷീനറി എല്ലാം വന്നത് ജപ്പാനിൽ നിന്നായിരുന്നു. അപ്പോൾ ജപ്പാനിൽ നിന്നും അവർ കുറേ എൻജിനീയേഴ്സിനെയും ഇങ്ങോട്ട് അയച്ചിരുന്നു. അപ്പോൾ അവരുടെ മേൽനോട്ടത്തിൽ ഞങ്ങളുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ആണ് ഈ പണി ചെയ്യേണ്ടിയിരുന്നത്. അത് അത്രയും ചെറുപ്പത്തിൽ അത്രയും ഈ പഠിക്കുവാനായിട്ട് ഉള്ള ഒരവസരം ലഭിച്ചത് എൻ്റെ ഒരു ഭാഗ്യമെന്നേ പറയേണ്ടതായിട്ടുള്ളൂ. കാരണം അന്ന് എനിക്ക് അവിടെ നിന്ന് എനിക്ക് ലഭിച്ച അറിവ് എൻ്റെ കരിയറിൽ വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷവും ഫലപ്രദമായി എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അപ്പം അങ്ങനെ ആ വർക്ക് ഏകദേശം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ആണ് ഈ ഫെഡോയുടെ ഡിസൈൻ സെക്ഷനിലേക്ക് അവർക്ക് ആളെ ആവശ്യമുണ്ട് എന്ന് എൻ്റെ സൂപ്രണ്ടിൻ്റെ അടുത്ത് അറിയിക്കുന്നതും എന്നെ അതിനു വേണ്ടി അങ്ങോട്ട് അസൈൻ ചെയ്തതും അന്നാണ്. അപ്പോൾ അത് ഫെഡോയുടെ ഒരു വലിയ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിലൊരു സീറ്റ് കിട്ടും. അവിടെ ഇരുന്ന് ഇതെല്ലാം കൊച്ചി തന്നെയാണ്. എല്ലാം ഉദ്യോഗമണ്ഡൽ, കൊച്ചിയല്ല ഉദ്യോഗമണ്ഡൽ. ഉദ്യോഗമണ്ഡൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പട്ടണം ആലുവയാണ്. കളമശ്ശേരിയിൽ നിന്നും അകത്തേക്ക് പോകണം. അപ്പോൾ ഇറ്റ് ഈസ് മോറലെസ് എ ഡെസ്ക് ജോബ് എന്ന് പറയാം. പക്ഷേ ഡ്രോയിങ്സ് ഉണ്ടാക്കണം, സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കണം, ഇത് സപ്ലയേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻസും കോർഡിനേഷൻസും നടത്തണം. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ ജോലികൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവർക്ക് തമിഴ്നാട്ടിൽ ഒരു പ്ലാന്റ് കൺസ്ട്രക്ഷൻ തുടങ്ങി ഇരിപ്പുണ്ടായിരുന്നു. ആ കൺസ്ട്രക്ഷൻ്റെ ചുമതല എടുക്കാനായിട്ട് ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ നേരെ അങ്ങോട്ട് വിട്ടു. അത് FACTയുടെ തന്നെ തമിഴ്നാട്ടിൽ കടലൂർ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ അടുത്തായിരുന്നു ആ പ്ലാന്റ്. അങ്ങനെ ആ പ്ലാന്റിൻ്റെ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തു.
ഏകദേശം ഒരു വർഷത്തോളം ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയി. അങ്ങനെ മൊത്തത്തിൽ ഒരു വർഷത്തോളം അതുമായിട്ട് സംബന്ധിച്ചുള്ള വർക്കുകൾ ഞാൻ മേൽനോട്ടം വഹിച്ചു. അവസാനം അത് തൃപ്തികരമായിട്ട് പൂർത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞ ഉദ്യോഗമണ്ഡലിൽ ഈ ഫെഡോയിൽ തിരിച്ചു വന്നു. ആ സമയത്തും സാറ് ഫാമിലി ആയിട്ടില്ല? അന്ന് ഫാമിലി ആയിട്ടില്ല. അന്ന് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുകളിലേക്ക് പഠിക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻജിനീയറിങ്ങിൽ ഒരു MSc MTech അതൊക്കെ എടുക്കുന്നത് അത്രയും എളുപ്പമാണോ എന്നുള്ളൊരു സംശയം തോന്നിയിരിക്കുന്ന സമയത്താണ് അറിയുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി തൊട്ടടുത്തുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരു MBA പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ആ MBA പ്രോഗ്രാം അവർ തുടങ്ങിയേക്കുന്നത് FACTയുടെ സഹകരണത്തോടു കൂടിയാണ്. FACTയിൽ നിന്ന് ആർക്കെങ്കിലും അതിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ലെറ്റർ മാത്രം കൊടുത്താൽ മതി, അഡ്മിഷൻ ഉറപ്പാണ്. അന്ന് ഹൈദരാബാദിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിട്ട് ഇരുന്നതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ഡോക്ടർ MV പൈലിയുടെ നേതൃത്വത്തിലാണ് ഈ MBA പ്രോഗ്രാം സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന പേരിൽ അവർ തുടങ്ങിയത്. അപ്പം അതിന് അപ്ലൈ ചെയ്തു, അഡ്മിഷൻ കിട്ടി. അത് ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്ന് വെച്ചാൽ ഏതാണ്ട് 6:30 മണിക്ക് മറ്റോ ക്ലാസ് തുടങ്ങും. രാത്രി 8:30 മണി വരെ ക്ലാസ്സുണ്ട്. പോകാനും വരാനും FACTയുടെ ബസ്സും ട്രാൻസ്പോർട്ടും ഉണ്ട്. സാറ് ഒരാളെ ഉള്ള 2-3 പേരുണ്ടായിരുന്നു സ്റ്റുഡൻ്റായിട്ട്? അധികവും FACT എന്നുള്ള ആളുകളായിരുന്നു. അതെ, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. അത് ഒരു സർട്ടൻ ലെവലിന് മുകളിലോട്ടുള്ളവർക്കേ ഉള്ളൂ. ബേസിക് ഗ്രാജുവേഷൻ വേണം. അതെ, ബേസിക് ഗ്രാജുവേഷൻ വേണം. ഇത് MBA 3 വർഷത്തെ പാർട്ട് ടൈം കോഴ്സായിരുന്നു. അപ്പം 3 വർഷത്തെ പാർട്ട് ടൈം കോഴ്സിൻ്റെ 1 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ കല്യാണത്തിനെ പറ്റിയുള്ള ആലോചനകൾ നടക്കുന്നത്. പിന്നെ അവസാനം 1972 കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞതോടെ ഇതിനൊരൽപ്പം ഈ പാർട്ട് ടൈം സ്റ്റഡിക്ക് ഒരു ചെറിയ മാന്ദ്യം ഉണ്ടായി. ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല, സമയക്കുറവുണ്ടായി. അപ്പോൾ ഒരു ചെറിയ ഇടവേള ഉണ്ടാകേണ്ടി വന്നു. പിന്നെ ഞാൻ വീണ്ടും പോയി അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് പറ്റിയ ഒരു ഗുണമെന്ന് വേണമെങ്കിൽ പറയാം, ആദ്യമേ ഇവർ തുടങ്ങിയത് ഒരു ഡിപ്ലോമ കോഴ്സായിട്ടാണ്. അപ്പം ഞാൻ ഈ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തിരിച്ചു ചെന്നപ്പം ഈ ഡിപ്ലോമ കോഴ്സ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രി കോഴ്സായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിപ്ലോമ കോഴ്സിൽ ചേർന്ന് ഞാൻ MBA ഡിഗ്രി പ്രോഗ്രാമിലെ ഫസ്റ്റ് ബാച്ചായിട്ട് പഠനം കണ്ടിന്യൂ ചെയ്തു. അപ്പം അവിടുന്ന് പാസ്സായി ഇറങ്ങിയപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ MBA പ്രോഗ്രാമിലെ ഫസ്റ്റ് ബാച്ചിലെ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടാണ് ഞാൻ പുറത്തു വരുന്നത്. അന്ന് സ്പെഷ്യലൈസേഷനായിട്ട് എന്തെങ്കിലും ഉണ്ടോ MBAക്കകത്ത്? MBAക്കകത്ത് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്നുള്ള സ്ട്രീമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് പഠിച്ചതുകൊണ്ട് ഞാൻ എൻജിനീയറിംഗ് വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് സംബന്ധമായ പല കാര്യങ്ങളെയും പറ്റി പഠിച്ചതുകൊണ്ട് എൻ്റെ വർക്കിന് വളരെയധികം സഹായകരമായി എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഈ ഫെഡോയിലെ ജോലി അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ അത്രയും ജോലി ചെയ്യുന്ന 2 ഓർഗനൈസേഷൻസേ ഉള്ളൂ. ഒന്ന് ഡൽഹിയിലുള്ള എൻജിനീയേഴ്സ് ഇന്ത്യ, പിന്നെ ഫെഡോയും. ഇത് വിദേശത്ത് മാത്രം ലഭ്യമാകുന്ന ഒരു എൻജിനീയറിംഗ് സർവീസായിട്ടാണ് അതുവരെ കണക്കാക്കിയിരുന്നത്. അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ച് FACTയുടെ അന്നത്തെ മാനേജിങ് ഡയറക്ടറായിരുന്ന ബഹുമാനായ MK നായർ സാറിൻ്റെയും ഒരു ശ്രമഫലമായിട്ടാണ് ഈ ഫെഡോ എന്ന ഒരു പ്രസ്ഥാനം ഇവിടെ കെട്ടിപ്പടുക്കാൻ സാധിച്ചത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ധാരാളം പുതിയ ഫെർട്ടിലൈസർ പ്ലാന്റ്സ് വരുന്നു. മറ്റ് പല ഈ കെമിക്കൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പല
കാര്യങ്ങളും വരുന്നു. അപ്പം അതിലെല്ലാം ഭാഗഭാക്കാനായിട്ട് ഫെഡോയിലെ എൻജിനീയേഴ്സിന് സാധിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് എൻ്റെ തുടക്കത്തിൽ തന്നെ കിട്ടിയ ഒരു എക്സ്പീരിയൻസാണ്. അന്ന് ഞാൻ ചേരുമ്പോൾ തന്നെ ഫെഡോയ്ക്ക് മഹാരാഷ്ട്രയിൽ ബോംബെക്കടുത്ത് രസായനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു ടേൺകി കോൺട്രാക്റ്റ് ലഭിച്ചിരുന്നു. FACTക്ക് അല്ല, ഫെഡോയ്ക്ക്. അപ്പോൾ ഫെഡോ ഒരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് എന്നുള്ള നിലയിലാണ് അന്ന് വർക്ക് ചെയ്തിരുന്നത്. ഈ കോൺട്രാക്റ്റൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ നിയമവശപ്രകാരം FACTയുടെ പേര് വെക്കേണ്ടി വരും. പക്ഷേ ഫെഡോയ്ക്കായിരുന്നു അതിൻ്റെ ഫുൾ ഇൻചാർജ്. അപ്പം അവിടെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വേണം, കൺസ്ട്രക്ഷനിലും മറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വേണം എന്ന് പറഞ്ഞ് എന്നെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇതെല്ലാം MBA ആണ് സാറിനെ ഹെൽപ്പ് ചെയ്തത് അല്ലേ? MBAയും സഹായിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അവിടെ പോയി, അവിടെ ചാർജ് എടുത്തു. അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ചെന്നപ്പോൾ ഈ ഉദ്യോഗമണ്ഡലിലെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്ക് രസായനിൽ ചെന്ന് വളരെ നന്നായിട്ട് എൻ്റെ ജോബ് ഡ്യൂട്ടീസ് ചെയ്യാൻ സാധിച്ചു. ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 73 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 71 പൊട്ടിപ്പുറപ്പെടുന്നത്. ശരി, ഞാൻ പറഞ്ഞതിലൊരു ചെറിയ പിശകുണ്ടായി. 71 ആണിത്. അതിനുശേഷം വന്ന് 72 കല്യാണം കഴിക്കുന്നത്. അപ്പം ഞാൻ ഈ രസായനി എന്ന് പറയുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ സിംഗിളായിരുന്നു. അപ്പോൾ ഈ വാറിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അന്ന് കംപ്ലീറ്റ് ലൈറ്റ് ഔട്ടാണ്, എന്താണ് ബ്ലാക്ക് ഔട്ടാണ്. അപ്പോൾ ആ ബ്ലാക്ക് ഔട്ടിനിടയിൽ ടോർച്ച് ലൈറ്റ് കത്തിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കധികം ഒരു ആവേശത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏർപ്പെട്ടത്. അവസാനം ഇത് പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്ന സമയമായി. ഈ കമ്മീഷൻ ചെയ്ത് ഉള്ള പ്രോഡക്റ്റ് ഹൈഡ്രജൻ ഗ്യാസാണ്. ആ ഹൈഡ്രജൻ ഗ്യാസ് ജപ്പാനിലെ സൂമിത്തോമോ എന്ന കമ്പനി നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു അനിലിൻ പ്ലാന്റിലേക്ക് ഫീഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ജാപ്പനീസ് എൻജിനീയേഴ്സ് മറ്റേ പ്ലാന്റിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പം അവരുടെ അഭിപ്രായത്തിൽ അവർക്ക് വേണ്ട പ്യൂരിറ്റിയിലുള്ള ഹൈഡ്രജൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല എന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് ജപ്പാൻകാർ അപ്പുറത്ത് കാത്തു നിൽക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ പ്ലാന്റിൽ നിന്നുള്ള ഹൈഡ്രജൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ അവരുടെ പ്ലാന്റിലേക്ക് പോകുന്നിടത്ത്, ഫീഡ് ചെയ്യുന്നിടത്ത് ഹൈഡ്രജൻ്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്ട്രുമെൻറ്റിൽ പ്യൂരിറ്റി ഒന്നും കാണുന്നില്ല. അവരാദ്യമേ വളരെയധികം വറീഡായി. അവരാദ്യമേ വിചാരിച്ചത് ഞങ്ങളുടെ ഹൈഡ്രജൻ വളരെ ഇമ്പ്യൂറാണ്, അത് കാരണം അവരുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ റേഞ്ചിനും പുറത്താണ് ഞങ്ങളുടെ ഹൈഡ്രജൻ്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ബഹളം ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ ഈ ഹൈഡ്രജൻ കൊണ്ട് ഇവരുടെ ലാബറട്ടറിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പം ഞങ്ങളുടെ ഹൈഡ്രജൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള പ്യൂരിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ആണ് അവർക്ക് മനസ്സിലാകുന്നത് ഞങ്ങളുടെ പ്യൂരിറ്റി അവരുടെ അനലൈസറിൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതിനേക്കാൾ കൂടുതൽ പ്യൂറാണ്. അപ്പോൾ അത് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ 2 കൈയോടും കൂടെ കൂപ്പ് കൈയോടെ ഞങ്ങളുടെ പ്ലാന്റിൽ വന്ന് ഞങ്ങളെ അഭിനന്ദിച്ചു. ഇത്രയും നല്ല പ്യൂരിറ്റിയുള്ള ഹൈഡ്രജൻ ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് വളരെ ഒരു ആവേശജനകമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഞാൻ ചേർന്നിരിക്കുന്ന ആ കമ്പനിയെ പറ്റി എനിക്ക് തന്നെ അപാരമായ ഒരു മതിപ്പും ഉണ്ടായി. പിന്നീട് അവിടുന്ന്
അത് കണ്ടിന്യൂസ് അവർക്ക് സപ്ലൈ ചെയ്യണമായിരുന്നോ? അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പം ഞങ്ങളുടെ ചുമതല ഈ പ്ലാന്റ് ഉണ്ടാക്കി കൊടുക്കുക, കമ്മീഷൻ ചെയ്ത് കൊടുക്കുക, കമ്മീഷൻ ചെയ്ത് കൊടുക്കുക. അത് കണ്ടെയ്നർ അത് പോയിക്കോളും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ പ്ലാനിലോട്ട് പോകും. ഈ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അപ്പം അവരാണ് ഇതിൻ്റെ ഓപ്പറേഷനെല്ലാം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വളരെ വിജയകരമായിട്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കൊച്ചിയിലേക്ക് മടങ്ങി. മനസ്സിലായി. അതിനുശേഷമാണ് കല്യാണമൊക്കെ നടക്കുന്നത്. എങ്ങനെ കൊച്ചിക്കാർക്ക് ഈ വാഴൂരുള്ള സെല്ലിനെ കിട്ടുന്നത്? സെല്ലിങ് വരാതിരിക്കാൻ കേട്ടോ. ആണോ? കൊച്ചിക്കാർക്ക്